ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇപ്പാനെയും ആരും ഇടങ്ങാറാക്കാതെ ഞങ്ങൾ ഒറ്റയ്ക്ക് പെണ്ണുങ്ങൾ മാത്രമായിട്ട് ഞങ്ങൾ മഞ്ചേരി ഒരു ഫെസ്റ്റ് ഉണ്ട്, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെ ഇപ്പോൾ കണ്ടോ മഴ പെയ്യുന്നില്ലേ, നമ്മൾ വീട്ടിലിരുന്നാണ്ടോ ഒന്ന് മഴ കാണട്ടെ ഒന്ന് തണുക്കട്ടെ കരുതിക്കുമ്പോൾ മഴ പെയ്യില്ല. ഇങ്ങനത്തെ നേരത്തെ ചളുപ്പിലാവാൻ വേണ്ടിക്കാണ്ട് മഴയും പെയ്തിട്ടോ, ചെറുതായിട്ടൊക്കെ ഉള്ളു അപ്പം പെയ്തിട്ടോ, ചെറുതായിട്ട് ഇങ്ങനെ ചാറിയിട്ടുള്ളൂ. എന്നാലും ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തിട്ടോ. ഇവിടെ കയറിയപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിട്ടോ കാണാൻ. ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് ചെയ്യുന്നത്, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇതൊക്കെ ആർട്ടിഫിഷ്യലാണ് കേട്ടോ. അപ്പോൾ അതിന്മൊക്കെ ഓരോ ബേഡ്സൊക്കെ കണ്ടോ, ഇങ്ങനെ ബേഡ്സുകളൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ കളർ ലൈറ്റ്സൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ മരത്തിനായിട്ട് ഇങ്ങനെ, അപ്പോൾ നല്ല രസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ. ഇങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കോഴിയൊക്കെ ഉണ്ടല്ലോ, കോഴിയൊക്കെ അല്ലേ, അതൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ ഈ മരത്തുമൊക്കെ അല്ലേ ചെറിയ ഐറ്റം കിളി ആളുണ്ട്, പിന്നെ കുറച്ച് വലുതുണ്ട്, അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കണ്ട് നടന്ന്. പിന്നെ ഇവിടെയൊക്കെ നല്ല ഭംഗിയില്ല ഇതിനെ കാണാം. പിന്നെ എൻ്റെ അനിയത്തിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പെറ്റ്സിനെ. ഒക്കെ എല്ലാ എന്താ പറയുക, ഇപ്പോൾ പൂച്ചയാണെങ്കിലും ഒക്കെ ഡോഗാണെങ്കിലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു കോഴിക്കുട്ടിനെയും കൂടി തൊടാൻ പേടി കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഒന്നും തൊടൂല. അതിനും ഇതാക്കണ പാമ്പിനെ തൊട്ടൊക്കെ കേട്ടോ. അവനക്ക് ഭയങ്കര പൂതിയുണ്ട് പാമ്പിനെ തോളിലിടാൻ. പക്ഷെ ഞങ്ങൾ എല്ലാവരും പാമ്പിനെ പേടിയിലുണ്ടേ ഓനെ തോളിലിടാൻ അയച്ചില്ല, കാരണം അവൻ തോളിലിട്ടാൽ ഞങ്ങളുടെ അടുത്തേക്ക് വരുമല്ലോ. പിന്നെ ഇതിട്ടോ, ഇതിൻ്റെ പേര് ഇഗ്വാന അങ്ങനെ എന്തോ ആണ് കേട്ടോ കറക്റ്റ്, അതല്ലാന്നുണ്ടെങ്കിൽ സോറി, അതെന്തോ ആണ്. അപ്പോൾ അതും ഓക്ക് വലിയ പേടിയില്ല, അതോട് വെച്ച് അത് കണ്ടാണ്ട് അതിന് വെച്ച്. പക്ഷെ ഓന് പേടിയായിട്ടോ, ചെറുതായിട്ട് ഇങ്ങനെ ഓൻ്റെ മേത്ത് കൂടി അയഞ്ഞ് പോവാണല്ലോ, അപ്പോൾ ഓന് പേടിയായി. അല്ല ഈ ഞങ്ങൾ പോയ ഇതിൽ ഞാനും എൻ്റെ അമ്മയും മാത്രമായിട്ട് ഇങ്ങനത്തെ ഒന്നും തൊടാറുന്നത്, കാരണം എനിക്ക് അത്യാവശ്യം നല്ല പേടി പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒന്നും പിടിച്ചില്ല. പിന്നെ ജസ്റ്റ് തൊട്ടൊക്കെ നോക്കി കേട്ടോ, അല്ലാതെ എൻ്റെ കൈക്കായിട്ട് അങ്ങനെ പിടിച്ചിട്ടൊന്നുമില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു ഇതിൽ കയറി കേട്ടോ. അവിടെ കുറേ ടോയ്സൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല, ടോയ്സുകളൊന്നും വാങ്ങിച്ചിട്ടില്ല. വെറുതെ കുട്ടികളിപ്പോൾ ആ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ, വാങ്ങിച്ചിട്ട്. പിന്നെ ഇവിടെ കുറേ ബേഡ്സൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളതൊന്നും പോയി കണ്ടിട്ടില്ല. എപ്പോഴും ഇങ്ങനെ ഓരോ ഫെസ്റ്റൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പോയി കാണണമല്ലോ, അപ്പം അത്ര ഫുള്ളായിട്ടൊന്നും പോയി കണ്ടിട്ടില്ല. ജസ്റ്റ് ഒന്ന് നമുക്ക് ഔട്ടിങ് എന്നുള്ള രീതിയിൽ അങ്ങനെ പോയതാണ്. പിന്നെ ഇതാക്കണ് നമ്മളെ നുറുക്ക് അങ്ങനത്തെ കുറച്ച് ബേക്കറിയൊക്കെ ഉണ്ട് കേട്ടോ. പണ്ടത്തെ ഇതാ കണ്ടോ, അതൊക്കെ പണ്ടത്തെ ഞാനൊക്കെ 90 കിഡാണ്. അപ്പോൾ 90 കിഡ്സിനൊക്കെ ഈ മിഠായിയൊക്കെ ഓർമ്മ ഉണ്ടാവും. നമ്മൾ സ്കൂളിലൊക്കെ പോയപ്പോൾ കഴിച്ചിരുന്നതൊക്കെ ഓർമ്മ ഉണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഈ കാപ്പിയൊക്കെ മിഠായിയൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഉറപ്പേക്കും, എത്ര വായിലിട്ടാലും അത് അലിഞ്ഞു പോകില്ല കേട്ടോ. പിന്നെ ഇത് സിഗരറ്റ് മിഠായി കേട്ടോ, ആ വൈറ്റ്. അങ്ങനെ കുറച്ചൊക്കെ അങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. ഇതിന് അതിനും ഏതോനെ വേണം പറഞ്ഞിക്കാണ്ട് വാങ്ങിച്ചു കേട്ടോ. പിന്നെ കഴിഞ്ഞിക്കാണ്ട് നമ്മളെപ്പോഴും ഫേവറേറ്റ് സാധനം പാനിപ്പൂരി. ഇവരിങ്ങനെ കഴിക്കണം കാണും, എനിക്കും ആഗ്രഹമുണ്ട് കേട്ടോ ഒന്നായിട്ട് വായിലിട്ട് കഴിക്കാം. പക്ഷെ എനിക്ക് 32 പല്ലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പീസാക്കിയിട്ടൊക്കെ കഴിക്കുക. പിന്നെ ഇത് വാങ്ങിയിട്ട് ഈ പൊട്ടാറ്റോ വാങ്ങി, അങ്ങനെ കുട്ടികൾ ചെറിയ ചെറിയ ഇഷ്ടങ്ങളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒരു ഔട്ടിങ് അങ്ങനെ വാങ്ങിച്ചു കൊടുത്ത്. ഇവിടെ വലിയ ക്രൗഡും സംഭവമൊന്നും ഇല്ലേട്ടോ. ഞങ്ങൾ ചെന്നപ്പോക്ക് ഈ പരിപാടി കഴിയാനായതാണോ എന്താണ്, ഇനി ആളില്ലാത്തതുകൊണ്ട് ആണോ എന്നറിയില്ല കേട്ടോ. അത്യാവശ്യം ആകെ കുറച്ച് ആൾക്കാരുള്ളായിരുന്നു. റൈഡിലും ആളും കുട്ടികളൊന്നുമില്ല, ഷോപ്സും ഇല്ല കേട്ടോ, ഷോപ്സൊക്കെ കുറച്ചുള്ളൂ. ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് വരുന്നുണ്ട് കേട്ടോ, നല്ല സൂപ്പർ പാർട്ടാണ്, എല്ലാവരും മിസ് ചെയ്യരുത്. ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ റൈഡിൽ ഇതിലല്ല മറ്റേ റൈഡ്, ഇതൊക്കെ ഞാൻ ഈ റൈഡിലാണ് കേട്ടോ എൻ്റെ അനിയത്തിയിട്ട് കയറിയത്. അപ്പം ഞാൻ അതിൻ്റെ അടിയിൽ മറ്റേ വീഡിയോ നിർത്തിയിരുന്നു. എനിക്കിഷ്ടം നമ്മളെ യന്ത്രൂഞ്ഞാലുണ്ടല്ലോ, എനിക്ക് അതിൽ കയറാൻ മാത്രമേ തരുള്ളൂ. അതിനെ കുറേയൊക്കെ കണ്ണടച്ചിരിക്കേക്കും. എനിക്ക് തലമിന്നും ഛർദ്ദിക്കാനൊക്കെ വരും. ഇവരിതിലൊക്കെ കയറിയിട്ട് ഓർക്കാർക്ക് വലിയ പ്രശ്നമൊന്നും അന്ന് ഉണ്ടായില്ല. വല്ല പേടിച്ചെന്ന് പറഞ്ഞു, അങ്ങനെ കുട്ടികളൊക്കെ ആർക്കേനു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ യന്ത്രൂഞ്ഞാലൊക്കെ അയച്ചൊക്കെ വെച്ചിരുന്നു. ഞാളില്ലാത്തതുകൊണ്ടാണോ പരിപാടി കഴിഞ്ഞോല് നിർത്തി പോകാനായതുകൊണ്ടാണോ എന്താ അറിയില്ല, അതിൻ്റെ കൊട്ടയും സംഭവമൊന്നും ഇല്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കയറിയിരുന്നു കേട്ടോ.
പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും ഒന്ന് എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഒന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ. ഞാനിങ്ങനെ ഓരോ വീഡിയോ എടുക്കുന്നു കേട്ടോ. ഓലിങ്ങനെ ആർക്കിടും, അങ്ങോട്ട് തിരിയിടും ഇങ്ങോട്ട് തിരിയിടും, കണ്ണ് പൊട്ടിടും ഒക്കെ ഉണ്ടായി. നല്ല രസമായിരുന്നു. ഞാനും ഇവിടെ കണ്ട് ചിരിച്ച് നിൽക്കുന്നു കേട്ടോ. പിന്നെ അപ്പോൾ ഓക്കെ നമ്മളെ വീഡിയോ കഴിഞ്ഞു കേട്ടോ. ടാറ്റാ.